പാക് നഗരമായ ലഹോറിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. പാക് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 3 സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നതായാണ് വിവരം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് എന്നതാണ്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രാവിലെയാണ് ഈ സ്ഫോടനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാഹോറിലെ വാൾട്ടൺ റോഡ് എന്ന സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴൊരു വ്യക്തതയില്ല. പോലീസ് ഒഫീഷ്യൽസ് ഈ സ്ഫോടനം ഏതായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഉഗ്ര ശബ്ദത്തോടെ പലവട്ടം പൊട്ടിത്തെറി ഉണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു സ്വഭാവം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തത വരൂ. ഏതായാലും ഔദ്യോഗികമായി ഒരു സ്ഫോടനം നടന്നു എന്ന കാര്യം ലാഹോർ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഗോപാൽ നഗർ, നസീറാബാദ് എന്നീ 2 ഇടങ്ങളിലാണ്. അതായത് വാൾട്ടൺ എയർപോർട്ടിന് തൊട്ടടുത്ത്. വാൾട്ടൺ എന്നത് അവിടെ ഒരു എയർഫീൽഡാണ്, പരിശീലനവും മറ്റും നടത്തുന്ന എയർഫീൽഡാണ്. അതിനടുത്താണ് ഈ നസീറാബാദും ഗോപാൽ നഗറും ഉള്ളത്. അവിടെയാണ് മൾട്ടിപ്പിൾ ബ്ലാസ്റ്റ്, പലവട്ടം പൊട്ടിത്തെറി ഉണ്ടായി എന്ന വിവരം പറയുന്നത്. അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പരിശോധിക്കുമ്പോൾ അവിടെ ദൃക്സാക്ഷികളായ ആളുകളുടെ ചിലരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വലിയ പുക, ഇതിന് സ്ഫോടനത്തിന് പിന്നാലെ തീയും പുകയും അവിടെ ഉയർന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ ദൂരെ നിന്ന് ഈ സ്ഫോടനം കണ്ട ആളുകൾ പോലും ഭയന്ന് തൊട്ടടുത്തുള്ള വീടുകളിലും മറ്റും ഓടിക്കയറി. സൈറൻ വലിയ ശബ്ദത്തിൽ മുഴങ്ങി എന്നതൊക്കെയാണ് ഇപ്പോൾ ദൃക്സാക്ഷികളുടെ പ്രതികരണമായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ കാണുന്നത്. മൾട്ടിപ്പിൾ എക്സ്പ്ലോഷൻസ്, പലവട്ടം പൊട്ടിത്തെറി. ജനവാസ മേഖലയാണോ? എയർഫീൽഡിന് സമീപം എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിലിപ്പോൾ ആളപായം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അത്തരം വിവരങ്ങൾ വരേണ്ടതുണ്ട്. എയർഫീൽഡിന് തൊട്ടടുത്താണ്. പക്ഷേ ഈ ഏരിയ, ഈ ഗോപാൽ നഗർ, നസീറാബാദ് മേഖലയിലൊക്കെ തന്നെ ആൾതാമസമുള്ളതാണ്. സമീപത്ത് വീടുകളുമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഈ പെട്ടെന്ന് ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദവും തീയും ഒക്കെ കണ്ടപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് ഓടിക്കയറി എന്നതാണ് ദൃക്സാക്ഷി പറയുന്നത്. മാത്രമല്ല, സൈറൻ പെട്ടെന്ന് അവിടെ മുഴങ്ങുകയും ഒക്കെ ചെയ്തു. അതോടെ ആളുകൾ രക്ഷ തേടി ഓടി മറയുകയാണ് എന്നതാണ്. അതായത് അവിടെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു മേഖലയിൽ തന്നെയാണ് ഈ തരത്തിൽ പലവട്ടം സ്ഫോടനം ഉണ്ടായത്. പക്ഷേ ഇതെന്താണ്, ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ, എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോഴും വിവരമില്ല. ഇപ്പോൾ രാവിലെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒരു പാനിക് സിറ്റുവേഷൻ ആ മേഖലയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്, എങ്ങനെ ഈ സ്ഫോടനം നടന്നു, എന്ത് ബോംബാണ് ഉപയോഗിച്ചത്, സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ വ്യക്തതയില്ല. പലവട്ടം ഈ വാൾട്ടൺ എയർഫീൽഡിന് അടുത്തുള്ള ഈ മേഖലകളിൽ പലവട്ടം സ്ഫോടനം നടന്നു എന്നത് മാത്രമാണ് പറയുന്നത്. ലാഹോറിൽ നിന്ന് ഏതാണ്ട്, അതായത് നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാറിയാണ് ഈ മേഖല വരുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒന്ന് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഭീകരതാവളങ്ങളിൽ നടത്തിയതിന് തൊട്ട് പിറ്റേന്ന് ഈ തരത്തിൽ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അത് പാകിസ്ഥാൻ ഗൗരവത്തോടെ കാണുന്നു. അവർ വലിയ ആശങ്ക അവരുടെ ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അനുജ. അതെ, ബി ദിലീപ് കുമാർ കൂടിയുണ്ട്. ദിലീപ്, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, ലഹോറിൽ നടന്ന സ്ഫോടനം അത് ഈ മേഖലയിലാണ് നടന്നിട്ടുള്ളത് എന്നതാണ്. എയർഫീൽഡിനോട് ചേർന്നാണ് ഇതിപ്പോൾ ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് എന്നതാണ്. ഇതിൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതമായി ഉണ്ടായിട്ടുള്ളത് എന്നത് അറിയില്ല. ദൃശ്യങ്ങൾ, അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വാൾട്ടൺ എയർഫീൽഡിന് ചേർന്ന്. തുടർച്ചയായി സൈറൺ മുഴങ്ങി, 3 തവണ സൈറൺ മുഴങ്ങി എന്ന തരത്തിലേക്കൊക്കെയാണ് പാക് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. വാൾട്ടൺ എയർഫീൽഡിന് തൊട്ട് സമീപത്താണ് സ്ഫോടനമുണ്ടായിട്ടുള്ളത്. 3 സ്ഫോടനമുണ്ടായിട്ടുണ്ട്. അപായ സൈറൺ മുഴങ്ങി, ആളുകൾ ഭീതിയോടെ അവിടെ നിന്ന് ഇറങ്ങി ഓടി ആ മേഖലയിൽ നിന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്.